പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. എസ്പിമാരായ അജിത ബീഗം, PN ഉണ്ണിരാജ, PK മധു എന്നിവരാണ് സംഘത്തിലുള്ളത്. അന്വേഷണ ചുമതലയുള്ള ADGP B സന്ധ്യയുടെ താൽപര്യപ്രകാരമാണ് പുനഃസംഘടന. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ജിഷ കേസിന്റെ അന്വേഷണ ചുമതല ADGP B സന്ധ്യയ്ക്ക് നൽകിയത്. ഇതേ തുടർന്ന് ADGPയുടെ താൽപര്യപ്രകാരമാണ് അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങിയത്. കൊല്ലം റൂറൽ SP അജിത ബീഗം, തൃശൂർ, എറണാകുളം ക്രൈംബ്രാഞ്ച് എസ്പിമാരായ PN ഉണ്ണിരാജൻ, PK മധു എന്നിവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതോടെ കേസിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ പൂർണ്ണമായും ഒഴിവാക്കി. ജിഷ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന DGP TP സെൻകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് ഇതോടെ തെളിയുന്നത്. പോലീസിന്റെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ നശിപ്പിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്നും നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകിയിട്ടും UDF സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണ ചുമതലയും സംഘത്തെ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദക്ഷിണ മേഖല ADGPയായി B സന്ധ്യ ചുമതലയേറ്റു. B സന്ധ്യ ഇന്ന് പെരുമ്പാവൂരിൽ കൊലപാതകം നടന്ന സ്ഥലം സന്ദർശിക്കും. അതേസമയം ജിഷ വധക്കേസിൽ കൊച്ചി റേഞ്ച് IG നൽകിയ റിപ്പോർട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തള്ളി. റിപ്പോർട്ട് ഹാജരാക്കാത്തത് ഗുരുതരമായ തെറ്റെന്നും അതോറിറ്റി വ്യക്തമാക്കി. ജിഷ വധക്കേസിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന IG മഹിപാൽ യാദവിന്റെ നിലപാട്. കേസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിച്ച് വിശദീകരണം ആവശ്യപ്പെടാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന കാരണം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരായില്ല. IG-യുടെ വിശദീകരണം അതോറിറ്റി കാര്യകാരണ സഹിതം തള്ളി. പോലീസിന്റെ എല്ലാവിധ പെരുമാറ്റ ദൂഷ്യങ്ങളും പരിശോധിക്കാൻ കംപ്ലയിന്റ് അതോറിറ്റിക്ക് അധികാരമുണ്ടെന്ന് ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിൽ പറയുന്നു. അതീവ ലാഘവത്തോടെയാണ് പോലീസ് കേസ് അന്വേഷിച്ചതെന്നും പോലീസ് മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് സംശയിക്കുന്നുവെന്നും ചെയർമാൻ വിമർശിച്ചിരുന്നു. പോലീസ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകാത്തത്. ജൂൺ 2-ന് നിർബന്ധമായും IG ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകണം. അല്ലാത്തപക്ഷം IPC 166 പ്രകാരം നിയമലംഘനമായി കണക്കാക്കുമെന്നും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. UDF ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും. ഇതിനായി A ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു. KC ജോസഫ് കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവാകും. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിന് വേണ്ടി I ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി. UDF ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് A ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട്. VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് UDF-ലെ പതിവ് രീതി. ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും. മുൻ മുഖ്യമന്ത്രിയാണ് UDF ചെയർമാൻ ആകേണ്ടത് എന്നാണ് A ഗ്രൂപ്പ് നിലപാട്. ഞായറാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ ധാരണയുണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും. VD സതീശനും K മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. ഇതിനായി ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെയാണ് സർക്കാരിന്റെ നീക്കങ്ങൾ? സംസ്ഥാനത്തെ ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഹരിത ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിലാണ് ഇന്ന് ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷമായിരിക്കും അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പരിസ്ഥിതി മലിനമാക്കുന്ന തരത്തിലുള്ള നടപടികളിൽ സർക്കാരിന് എതിർപ്പുണ്ട്. എങ്കിൽ പോലും പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു വിധിയാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ വിഭാഗം ആളുകളുമായി, എല്ലാ മേഖലയുമായി, പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ഒക്കെ സംസാരിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഈ ഒരു നിലപാട് തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ അരുമാനോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. 14ാം നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് S ശർമ്മ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജൂൺ 2-ന് 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും.
14ാം നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപ്പിൻ MLA-ആയ എസ് ശർമ്മ പ്രോട്ടോം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായ EP ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-നാണ് 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക. 2-ാം തീയതി പ്രോട്ടോം സ്പീക്കറായ എസ് ശർമ്മയ്ക്ക് മുൻപാകെ 139 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജൂൺ 3-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. P. ശ്രീരാമകൃഷ്ണനെയാണ് LDF സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും കെ ശൈലജ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചേരുകയാണ്. ജിതിൻ, എന്തൊക്കെയാണ് ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ യോഗം ചേർന്നത്. യോഗത്തിൽ ജില്ലാതല മെയ് 31-നകം തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗം ചേർന്നുകൊണ്ട് വാർഡ് തലം മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള തീരുമാനമെടുത്തു. പരിസ്ഥിതി ദിനമായ ജൂൺ 5-നകം തന്നെ കേരളം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് കേരളത്തെ നയിക്കാനുള്ള തീരുമാനങ്ങളാണ് യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ഇതിനായി ആരോഗ്യ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒപ്പം തന്നെ പൊതുമരാമത്ത്, കൃഷി, സിവിൽ സപ്ലൈസ് വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുക. വകുപ്പുകൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല ചീഫ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാതല, വാർഡ് തല ശുചീകരണ സമിതികളുടെ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. കൊതുക് നിവാരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായുള്ള പ്രത്യേക നടപടികൾ എടുക്കും. ഒപ്പം തന്നെ ആശുപത്രികളിൽ മരുന്ന് ഇല്ലാത്ത അവസ്ഥ പരിഹരിക്കാനും ആശുപത്രികളിൽ ജീവനക്കാരുടെ അഭാവം നികത്താനുമുള്ള പ്രത്യേക ക്രമീകരണം ഒരുക്കുമെന്നും യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഒപ്പം തന്നെ കടൽക്ഷോഭം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി മഴക്കാലത്തുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ നടപടികളും എടുക്കും. ഒപ്പം തന്നെ നഷ്ടപരിഹാരം പെട്ടെന്ന് വിതരണം ചെയ്യാനുള്ള നടപടികൾ എടുക്കുമെന്നും കെ ശൈലജ പറഞ്ഞു. ഒപ്പം തന്നെ ജൂൺ 5-നകം കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വമാക്കാൻ എല്ലാ പൗരന്മാരും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കെ ശൈലജ യോഗത്തിന് ശേഷം ആഹ്വാനം ചെയ്തു. എന്തായാലും ജൂൺ 5-നകം കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വമാക്കാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും സമഗ്രമായ നടപടികളാണ് ഇന്ന് യോഗത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നന്ദി ജിതിൻ. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 167 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 300 പേർക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി. എലിപ്പനിയും കരിമ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയായ പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലാണ് ഡെങ്കിപ്പനി പടരുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 167 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ തന്നെ അഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 61 പേർ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 16 പേർ മാത്രമാണ് പത്തനാപുരത്ത് ഡെങ്കിപ്പനി ബാധിതരായി ഉണ്ടായിരുന്നത്. ഇക്കുറി 36 വർദ്ധിച്ചു. വിളക്കുടി പഞ്ചായത്ത് പരിധിയിൽ 13 പേർക്കും പുനലൂർ നഗരസഭാ പരിധിയിൽ 31 പേർക്കും കൊല്ലത്ത് 11 പേർക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 23 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഹെപ്പറ്റൈറ്റിസ് എയും ഇക്കൂട്ടത്തിൽ പടരുന്നു. ജില്ലയിൽ ഏകദേശം 167ഓളം ഡെങ്കു കേസസ് കൺഫേംഡ് ആയിട്ട് നമ്മുടെ കിഴക്കൻ മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 300ഓളം സംശയിക്കുന്ന കേസുകളുമുണ്ട്. പ്രധാന ഭീഷണി നമുക്കുള്ളത് ഇതാണ്, ഈ തോട്ടം ഇതാണ്. നമ്മൾ പഞ്ചായത്ത് തലത്തിലുള്ള മീറ്റിംഗുകൾ ഇപ്പൊ കടയ്ക്കൽ, പുനലൂർ, പത്തനാപുരം ഇതാണ് കൂടുതൽ റിസ്ക് ഉള്ള കോർപ്പറേഷൻ ഏരിയ. അപ്പോൾ മീറ്റിംഗുകൾ ആ ലെവലിൽ കൂടിയിട്ട് സ്ക്വാഡ് വർക്കുകൾ ആ രീതിയിൽ നടത്തി ബോധവൽക്കരണം ആ രീതിയിൽ നടത്തുകയും പ്രശ്നബാധിതമായ ഏരിയകൾ നമ്മൾ കാണുന്നിടത്ത് നമ്മൾ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറവിട നശീകരണം ഊർജ്ജസ്വലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ മറ്റും നമ്മൾ അവയർനെസ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. ഡെങ്കിപ്പനി പടരുമ്പോഴും പല ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതിനാൽ രോഗം പടരുന്നത് നിയന്ത്രിക്കാനായിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പ് ഉറവിട കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും തുടരുകയാണ്. റബ്ബർ ടാപ്പിംഗ് നിർത്തിയതിനാൽ ചിരട്ടയിൽ വെള്ളം കെട്ടിനിന്നാണ് കൊതുകുകൾ വർദ്ധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൂവരണി പെൺവാണിഭ കേസിലെ 1-ാം പ്രതി ലിസി ടോമിക്ക് 25 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും. 366A, 372, 373 വകുപ്പുകൾ പ്രകാരം 21 വർഷവും 120B വകുപ്പ് പ്രകാരം 4 വർഷവുമാണ് ശിക്ഷ. മറ്റു പ്രതികൾക്കും ശിക്ഷ വിധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി TP പ്രശാന്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. പ്രശാന്ത്, എന്താണ് കോടതി വിധി? മറ്റു പ്രതികൾക്കടക്കം ജോർജറ്റ്, പൂവരണി പീഡന കേസിൽ പ്രധാനമായിട്ടും 6 പ്രതികൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ്
കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ ബാബുവാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്, ശിക്ഷാവിധി പറഞ്ഞിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ലിസി ടോമിക്ക് 25 വർഷം കഠിന തടവാണ്. എന്നാൽ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. ഒപ്പം 4 ലക്ഷം രൂപ പിഴയും ഒടുക്കേണ്ടതുണ്ട്. കൂടാതെ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോമിനി, മൂന്നാം പ്രതിയായിട്ടുള്ള ജ്യോതിഷ്, 5-ാം പ്രതി എന്നിവരെ 12 വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇവരും ശിക്ഷ 6 വർഷത്തേക്ക് ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും. ഇവർ 3 പ്രതികളും 1 ലക്ഷം രൂപ വീതം പിഴ ഒടുക്കണം. 4-ാം പ്രതിയായിട്ടുള്ള തങ്കമണി, 6-ാം പ്രതിയായിട്ടുള്ള രാഖി എന്നിവരെ 8 വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇവരുടെ ശിക്ഷയും 4 വർഷത്തേക്ക് ഇവർ അനുഭവിച്ചാൽ മതിയാകും. ഒപ്പം 25,000 രൂപ പിഴ ഒടുക്കേണ്ടതുണ്ട്. വളരെ കോളിളക്കം സൃഷ്ടിച്ച സാക്ഷികളുടെ എണ്ണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കേസായിട്ടുള്ള പൂവരണി പെൺവാണി കേസിന്റെ നിർണായകമായിട്ടുള്ള ഈ വിധി പുറത്തു വന്നപ്പോൾ ഇത് സമൂഹത്തിന് വളരെയധികം മാതൃകയായിട്ടുള്ള ഒരു വിധിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. 2007 ഓഗസ്റ്റ് മുതൽ 2008 മെയ് വരെയുള്ള ലൈംഗിക പീഡനങ്ങളെ തുടർന്ന് എയ്ഡ്സ് രോഗബാധിതയായിട്ടുള്ള പെൺകുട്ടി 2008 മെയ് 5-ന് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. 2014 കേസ് സംബന്ധിച്ചുള്ള വിചാരണ തുടങ്ങിയത്. 2 വർഷം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ശിക്ഷാവിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം കോടതി നടപടികൾ രാത്രി 8 മണി വരെ നീട്ടിക്കൊണ്ടുപോയി പ്രതികളെയും എല്ലാം തന്നെ കൃത്യമായി വിസ്താരം നടത്തി തന്നെയാണ് വിധി വന്നിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിലുണ്ട്. ജോർജ്, പൂരണി പെൺവാണിപ്പ് കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ CPIM പ്രവർത്തകനെ BJP കാർ വെട്ടിക്കൊന്നു. പൊക്കുളങ്ങര സ്വദേശി ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വെട്ടേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശശികുമാറിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. തൃശൂർ വാടാനപ്പള്ളി പൊക്കുളങ്ങര ചെമ്പൻ വീട്ടിൽ ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് എങ്ങണ്ടിയൂരിൽ BJP RSS പ്രവർത്തകർ ചേർന്ന് CPIM പ്രവർത്തകനായ ശശികുമാറിനെ ആക്രമിച്ചത്. വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ 6 BJP പ്രവർത്തകർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. എങ്ങണ്ടിയൂർ സ്വദേശികളായ ബിജു, കൃഷ്ണദാസ്, ബാബു, സജിൽ, ബിനീഷ്, സുദർശനൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ BJP പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണം. അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് RSS പിന്മാറിയില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും. ഇപ്പോഴത്തെ ആത്മസംയമനം ഞങ്ങളുടെ ഒരു കുറവായിട്ട് കാണേണ്ടതില്ല. ഞങ്ങൾ ആത്മസംയമനം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ക്രമസമാധാനം തകർന്നു. അങ്ങനെ ക്രമസമാധാനം തകർത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തൃശൂർ ജില്ലയിൽ CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം രൂക്ഷമായത്. ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ CPIM ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായിരുന്നു. ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് തീയിട്ട RSS പ്രവർത്തകർ CIT ഓഫീസുകളും തകർത്തു. തൊട്ടു പിന്നാലെയാണ് എങ്ങണ്ടിയൂരിൽ CPIM പ്രവർത്തകനായ ശശികുമാറിന് വെട്ടേറ്റത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുപ്രീംകോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തുകയാണ്. 6 മാസത്തിന് ശേഷമാണ് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കാലവർഷം അടുത്തെത്തിയതോടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാണ് ഉപസമിതിയുടെ സന്ദർശനം. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മുല്ലപ്പെരിയാർ ഉപസമിതി അംഗങ്ങൾ ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കുന്നത്. തമിഴ്നാട്ടിലെ AIDMKയുടെ വിജയം കൂടി വന്ന പശ്ചാത്തലത്തിൽ AIDMKയുടെ പ്രകടന പത്രികയിൽ മുല്ലപ്പെരിയാറിന്റെ ഉയരം 152 അടിയായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി ജയലളിത വാഗ്ദാനം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉപസമിതിയുടെ ഡാം സന്ദർശനം നടക്കുന്നത്. ഇതുമായി ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ച കാര്യങ്ങളും ഇന്ന് സന്ദർശനത്തിന് ശേഷം കുമിളി ഓഫീസിൽ ഇവർ യോഗം ചേർന്ന് ചർച്ച ചെയ്യും. കേരളം ശക്തമായ നിലയിൽ തന്നെയാണ് നിലപാടുകൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. 142 അടി വെള്ളത്തിൽ നിന്നും 142 അടിയിൽ കൂടാൻ കഴിയില്ല എന്ന ആവശ്യം കേരളം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഡിസംബർ 19-നായിരുന്നു സമിതി അവസാനമായി ഈ ഡാം സന്ദർശിച്ചത്. ഇതിനുശേഷം ഇപ്പോഴാണ് സന്ദർശിക്കുന്നത്. 2 തവണ കേരളം ഡാം സന്ദർശനത്തിനായി കേന്ദ്ര ഉപസമിതിയെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തമിഴ്നാട് സഹകരിക്കാത്തത് മൂലമാണ് ഇത് നടക്കാതെ പോയത്. ഇതിനുശേഷം ഇപ്പോഴാണ് ഡാം സന്ദർശനം നടക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി ഡാം സന്ദർശിച്ച ശേഷം കുമിളിയിലെ ഓഫീസിലേക്ക് തിരിച്ചെത്തിയായിരിക്കും ഇത് സംബന്ധിച്ച ബാക്കിയുള്ള ചർച്ചകൾ നടക്കുക. ഇതിനുശേഷം മാധ്യമങ്ങളെ സമിതി അംഗങ്ങൾ കാണും.